നമ്മൾ മലയാളികളുടെ സദാചാരബോധം പൊട്ടി ഒലിച്ച രണ്ട് വിഷയമാണ് ഈ ഇടയ്ക്ക് സംഭവിച്ചത്. അതിലൊന്ന് ആദില നൂറ വിഷയം നമ്മൾ കണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരെ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ ഒപ്പമുള്ള ഫോട്ടോ പുറത്തു വരികയും ഇവിടെയുള്ള കുറേ സദാചാര ഒളികൾ കമൻറ്റ് ചെയ്യുന്നത് കേട്ടിട്ട് ഒരു യാതൊരു മര്യാദയും ഒരു മനുഷ്യനോടുള്ള ഒരു പരിഗണന പോലും കാണിക്കാത്ത രീതിയിൽ അവരെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒരു മുതലാളി ഇവിടുത്തെ വെറും ചെറ്റത്തരമാണ് അയാൾ കാണിച്ചത്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? അവർ വിളിക്കാതെ കയറി ചെന്നിട്ടാണ് പോട്ടെ, അവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ പറ്റി തോന്നിവാസം പിന്നെ എഴുതി വിടുകയാണ് ഫേസ്ബുക്കിലൂടെ. അതും കുറേ മതയോളികളെയും കുറേ സദാചാര ഒളികളെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി. എന്ത് വൃത്തികെട്ട മനുഷ്യരാണ് കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ. ഈ മതം ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ദ്രവിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് മൊറാലിറ്റി എന്താണെന്നോ സദാചാരം എന്താണെന്നോ യാതൊരു ബോധമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, പൊതുവേ നമ്മൾ മലയാളികളെ തന്നെ സംബന്ധിച്ചിടത്തോളം സദാചാരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലൈംഗികതയാണ്. ലൈംഗിക അച്ചടക്കം മാത്രമാണ് ഇവിടെ സദാചാരം. യഥാർത്ഥത്തിൽ സദാചാര മൂല്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എല്ലാ മനുഷ്യരും ഈക്വലായിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയ സദാചാരം. ഇവിടെയുള്ള നിയമങ്ങൾ പാലിക്കുക, ബാക്കിയുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക, നിരാലംബരായിട്ടുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സദാചാര മൂല്യങ്ങൾ. അതൊക്കെയാണ് മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ കുറേ പേർക്ക് മതത്തിൻ്റെ മൊറാലിറ്റി മാത്രമാണ് അവരുടെ മൊറാലിറ്റി. അങ്ങനെയുള്ളവരോട് എനിക്ക് യാതൊന്നും പറയാനില്ല. പക്ഷേ സാധാരണക്കാരെ കുറച്ച് ജനങ്ങളുണ്ട്, അവരുടെ പ്രശ്നം ഹോമോഫോബിക്കാണ്. സ്വവർഗാനുരാഗികളോടുള്ള ഭയം, ആവശ്യമില്ലാത്തൊരു ഭയം, അതിനെയാണ് ഹോമോഫോബിക് എന്ന് പറയുന്നത്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവരെന്തോ അബ്നോർമലായിട്ടുള്ള ആളുകളാണ്, ഇവർക്കെന്തോ പ്രശ്നമുണ്ട്, പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇതിൻ്റെ ബേസിക്സ് പോലും അറിയാത്തവരാണ് ഈ കിടന്ന് പറയുന്നത്. എന്താണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആളുകളെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ സെയിം സെക്സിനോടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടോ തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്. ഇപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് നിങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ലൈംഗിക ചോദനകൾ ഉണ്ടായി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നതാണ് ഒരാളോട്. അത് വേറെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് തോന്നുന്നതല്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അത് ഡിറ്റർമൈൻഡ് ആണ്. അതാദ്യം മനസ്സിലാക്കുക. ജനിക്കുന്നതിന് മുമ്പേ ഡിറ്റർമൈൻഡ് ആണ്. പ്രീനേറ്റൽ സമയത്ത് തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ കാര്യമാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ പിന്നീട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളോട് താല്പര്യം തോന്നുന്നത്, സമൂഹത്തിൽ എല്ലാവർക്കും താല്പര്യം തോന്നുന്നത് കണ്ടിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല. കൾച്ചറോ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനെ ഇൻ്റർഫിയർ ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് സെക്ഷൽ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാവുമെന്നൊക്കെ ചിന്തിക്കുന്നത്? അത് ബേസിക്സ് അറിയാത്തതുകൊണ്ട് വിചാരിക്കുന്നത് പോട്ടെ. പക്ഷേ ഞങ്ങളുടെ മതത്തിൽ അത് പറയുന്നില്ല, അല്ല ഞങ്ങളുടെ മതത്തിൽ ഇവരെ തല്ലിക്കൊല്ലാനാണ് പറയുന്നത്, ഇവരെ കല്ലെറിയാനാണ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അവർ എതിർക്കെന്ന് പറയുന്നവർ 6-ാം നൂറ്റാണ്ടിലോട്ട് പോകേണ്ടവരാണ്, അല്ല ഇവിടെ താമസിക്കേണ്ടവരല്ല. ഏത് രാജ്യത്തായാലും ആ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് വേണം മനുഷ്യനോട് ജീവിക്കാൻ. അല്ലാതെ മതനിയമമല്ല. മതനിയമം കൊണ്ട് കാട്ടിക്കളഞ്ഞാൽ മതി. അത് ബാക്കിയുള്ളവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് വലിച്ചയക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മതവിശ്വാസമുണ്ട്, മൊറാലിറ്റിയാണ് നിങ്ങളുടെ മൊറാലിറ്റി. അത് നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രം കൊണ്ടുവരേണ്ട കാര്യമാണ്. മതം എന്ന് പറയുന്ന സാധനം പുറത്തോട്ട് കൊണ്ടുവരാൻ യാതൊരു അവകാശവും ഇല്ല. മതേതര രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നത്. മതേതര രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും സ്വാതന്ത്ര്യമുള്ള രാജ്യം എന്നല്ല അർത്ഥം. മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് മതമില്ലെന്നാണ് അർത്ഥം. നിങ്ങളുടെ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും രാജ്യത്തിൻ്റെ പൊതു നിയമത്തിൻ്റെ അണ്ടറിലാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങളെ ഖണ്ഡിക്കുന്ന യാതൊരു മത നിയമവും പാലിക്കാനോ അത് നടപ്പിലാക്കാനോ നിങ്ങൾക്ക് അവകാശമില്ല. അതാണ് മതേതര രാജ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ എല്ലാ മതത്തിൻ്റെയും എല്ലാ വൃത്തികെട്ട ആചാരങ്ങളും എല്ലാ വൃത്തികെട്ട നിയമങ്ങളും നടപ്പിലാക്കാം എന്നല്ല മതേതര രാജ്യത്തിൻ്റെ അർത്ഥം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ മൈനോറിറ്റിയെ നേരത്തെ ഒരു കുറ്റമായിരുന്നു. അത് ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കി വെച്ചിട്ട് പോയ ഒരു വൃത്തികെട്ട നിയമമാണ്. ബ്രിട്ടീഷുകാരത് പണ്ടേ കളഞ്ഞു. അവരുടെ നാട്ടിൽ ഈവൻ സെയിം സെക്സ് മാരേജ് വരെ ലീഗലാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അവരെ ഇട്ടിട്ട് പോയ ചവറും താങ്ങിക്കൊണ്ട് നടക്കുമായിരുന്നു. കുറച്ച് ബോധം മനുഷ്യന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരത് എടുത്ത് കളഞ്ഞു നിയമത്തിൽ നിന്ന്. രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലാണെങ്കിൽ അവരുടെ രണ്ടിൻ്റെ മാത്രം സ്വകാര്യതയാണ്. മൂന്നാമതൊരാളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പം പിന്നെ അതെങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത്? അതുകൊണ്ടാണ് അത് എടുത്ത് കളഞ്ഞത്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാരും പറയാത്തൊരു കാര്യം അതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സെക്ഷൽ ബിഹേവിയറിനെ ചിലപ്പോൾ നേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സിംഗിൾ സെക്സ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മളുടെ ജയിലുകൾ, അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകൾ, അല്ലെങ്കിൽ മിലിറ്ററി ബാരക്സുകൾ, അല്ലെങ്കിൽ സെയിം സെക്സ് ഹോസ്റ്റലുകൾ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് താമസിക്കുന്നിടത്ത് ചിലപ്പോൾ ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ കൂടുതൽ കാണിക്കാറുണ്ട് പുറത്തുള്ളതിനേക്കാളും. അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനാണ്. കാരണം ഉള്ളിൽ ലൈംഗിക താല്പര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിൽ കിട്ടുന്നവരാവട്ടെ എന്നുള്ള അവസ്ഥയിൽ
ചെയ്യുന്നതാണത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പം ചില മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ സ്വന്തം സ്പീഷീസ് പോലും ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും സ്പീഷീസ് ആയിരിക്കും, സ്വന്തം സ്പീഷീസിന് കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലും അതിനുള്ള അവസ്ഥയിലെത്തും, അതുപോലെ എത്തുന്നതാണ്. അതൊരിക്കലും സെക്ഷുവൽ ഓറിയൻറ്റേഷൻ അല്ല. കാരണം ഇവരിത് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, അതായത് ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നതെങ്കിൽ ജയിലിൽ, അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ, അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകളിൽ, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരുപാട് സെയിം സെക്സ് ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, പുറത്തുള്ളതിനേക്കാൾ വളരെ കൂടുതൽ. പക്ഷെ ഇവർ തന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് പഴയ പോയിട്ട് അവർ ഹെറ്ററോസെക്ഷലായിട്ട് മാറും. അതിൻ്റെ അർത്ഥം എന്താണ്? സെക്ഷൽ ഓറിയൻറ്റേഷൻ മാറിയിരുന്നില്ല. സെക്ഷൽ ഓറിയൻറ്റേഷൻ എപ്പോഴും സെയിം തന്നെയാണ്. ഇതെന്ന് പറയുന്നത് സിറ്റുവേഷണൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതെന്ന് പറഞ്ഞാൽ ഇതാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ ചോദനകളുണ്ട്, പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട്ട് കാണുന്നുമില്ല. അത് അങ്ങനെ വരുമ്പോൾ കിട്ടുന്നതാവട്ടെ എന്നുള്ള അവസ്ഥയിൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വികാരമാണ്. ഈ സാധനം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വികാരം സത്യം പറഞ്ഞാൽ ലൈംഗികതയാണ്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാത്തിനേക്കാളും മുകളിൽ അതായി മാറും. അതുകൊണ്ട് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. കാരണം അത് ആ ഒരു വികാരം വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും അവർ കാണിച്ചില്ല, തട്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്ന അവസ്ഥയിലാവും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണത്. അതല്ലാതെ ഒരു രീതിയിലും നാച്ചുറലായിട്ടുള്ള ഒരു കാര്യങ്ങളും സെക്ഷൽ ഓറിയൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അങ്ങനെ ഒരു ഹോമോഫോബിക് ആവേണ്ട യാതൊരു കാര്യവുമില്ല. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ മതയോളികളോട് എനിക്ക് യാതൊന്നും പറയാനില്ല. അവരുടെ മതനിയമം നടപ്പാക്കാൻ വരാൻ മതരാജ്യത്തും പോയി താമസിക്കുക, അല്ലാതെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, മതേതര രാജ്യത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മതം കുത്തിക്കയറ്റാൻ നോക്കരുത്. മത സദാചാരം കൊണ്ടുവന്ന് ഒരു മതേതര സമൂഹത്തെ കൊണ്ടിട്ട് വിളമ്പാൻ നിൽക്കരുത്. അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. അപ്പം സെയിം സെക്സ് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നുന്നത്, അതേ അവസ്ഥയിലാണ് നിങ്ങൾക്ക് സെയിം സെക്സിനോടും താല്പര്യം തോന്നുന്നത്. ഈ നൂറ ആദിലെ വിഷയം എടുത്ത് അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ, അവരെ വെറുതെ വിടുക, അവരെ ഇഷ്ടമുള്ളവർ ജീവിച്ചോട്ടെ. മൂന്നാമതൊരാളുടെ ആ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങളെ ബാധിക്കാത്തൊരു കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? സദാചാരം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാക്കിയുള്ളവരുടെ റൈറ്റിനെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സദാചാരം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. നിങ്ങളെ ബാധിക്കാത്തൊരു കാര്യത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് ഒരു അഭിപ്രായം പറയുകയാണ്, എന്ത് കാര്യത്തിന് ഇടപെടുകയാണ്? നിങ്ങളുടെ മതാചാരമാണ്, നിങ്ങളുടെ മതം വച്ചിട്ടാണ് സംസാരിക്കുന്നത്, അത് നിങ്ങളുടെ വല്ല മതരാജ്യത്തും പോയി ഇറക്കിയാൽ മതി. അത് ഇന്ത്യ പോലെ രാജ്യത്ത് വന്ന് ഇറക്കേണ്ട ഒരാവശ്യവും ഇല്ല. അത് ഏത് മതക്കാരനായാലും. എനിക്ക് എൻ്റെ പേഴ്സണലി അറിയാവുന്ന എത്രയോ പേരുണ്ട്, പുരുഷന്മാരാണ് എനിക്കറിയാവുന്നത്. അവർ പലരും കല്യാണം കഴിച്ചിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് താല്പര്യം പുരുഷന്മാരോടാണ്. പക്ഷെ കല്യാണം കഴിച്ച് ആ പെണ്ണിൻ്റെ ജീവിതവും കളഞ്ഞ് അവൻ്റെ ജീവിതവും കളഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ്. അവർ പുറത്ത് പറയാനും പറ്റത്തില്ല, ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. കാതൽ പോലത്തെ ഒരു സിനിമ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കണ്ട മനസ്സിലാവും. ആ സിനിമയിൽ തന്നെ പറയുന്നത് 2 തവണയാണ് ആകെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക, സ്ത്രീയുടെ ജീവിതം കളഞ്ഞ് അയാളുടെ ജീവിതം കളഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ട് ഈ സമൂഹത്തിൽ. നിങ്ങളെപ്പോലെ ഉള്ളവരിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ സമൂഹം ഒരാവശ്യമില്ലാതെ മനുഷ്യൻ്റെ ജീവിതത്തെ കയറി ചൊറിഞ്ഞ് നശിപ്പിച്ചിട്ടുള്ളതാണ്. എത്ര പേരുടെ ജീവിതമാണ് ഇത് നശിപ്പിച്ചിട്ടുള്ളത്. ഈ ആദില നൂറ എന്ന് പറയുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് അവർ സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടം പുറത്തു പറയുകയും അവരതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പോയവരാണ്. അവർ പറഞ്ഞിടത്തോളം നമുക്കറിയാവുന്ന അവരുടെ കുടുംബം അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ഇതുപോലെ കൊട്ടേഷൻ കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഉപദ്രവിച്ചിട്ടുള്ളവരാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാണ് കുറേ ആളുകൾ. അത് പരസ്യമായിട്ടൊക്കെ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ചാനലിനകത്തൊക്കെ വന്ന് ഒരുത്തി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്? നീനു എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ കാര്യം നമുക്കറിയാം. അതിൻ്റെ പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ ജാതിമാരെ കെട്ടിയെന്ന് തല്ലിക്കൊന്നത്. അതിനെ എല്ലാവരും എതിർക്കുന്നുണ്ടല്ലോ. അത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. ഇഷ്ടമുള്ളവരുടെ കൂടെ കല്യാണം കഴിച്ച് മാറിയതിന് ദുരഭിമാന കൊല, സമൂഹത്തിൻ്റെ മുമ്പിൽ ദുരഭിമാനം. സ്വന്തം മക്കളുടെ ജീവിതം പോയാലും വേണ്ടില്ല, സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആവണം. ഇങ്ങനത്തെ ഒരു സമൂഹവും അങ്ങനത്തെ കുറേ മനുഷ്യരും ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകൾ. ഓരോരുത്തരുടെ സന്തോഷവും അവരുടെ സ്വാതന്ത്ര്യവും ആദ്യം അനുവദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ആരും അനുവദിക്കാനില്ല. ആരും ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. അനുവദിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. ആരും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയൊന്നും വേണ്ടോ. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് കയറി ഇടപെടാതിരിക്കുക. മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് സദാചാരം എന്ന് പറഞ്ഞാൽ. മിനിമം സദാചാരമാണ് അത്. ബാക്കിയുള്ളവരുടെ റൈറ്റിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കളായിരിക്കും. നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. 18 വയസ്സ് വരെ നിങ്ങൾക്ക് നോക്കാം, അവരെ നോക്കാമെന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് 18 വയസ്സ് വരെ, അല്ലാതെ നിങ്ങളുടെ അവകാശമല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്ക് അവരുടേതായ വ്യക്തി താല്പര്യങ്ങളുണ്ട്, വ്യക്തി ഇഷ്ടങ്ങളുണ്ട്. അതിനകത്ത് ഇടപെടാൻ ഈ വേറൊരാൾക്ക് അവകാശമില്ല. ആ സ്വന്തം തന്തയായാലും തള്ളയായാലും യാതൊരു അവകാശമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവരവരുടെ ഇഷ്ടത്തിന് വിടുക. ഇപ്പോൾ ദുരഭിമാനക്കൊലകൾ നമുക്കറിയാം. മതം മാറി കെട്ടിയാലും ജാതി മാറി കെട്ടിയെന്ന് പറഞ്ഞാൽ അവർ തല്ലിക്കൊല്ലുകയാണ്, സ്വന്തം മക്കളെ കൊല്ലുകയാണ്. എന്നാലും കുഴപ്പമില്ല. എന്ത് മനുഷ്യരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
സദാചാരം തലയ്ക്ക് പിടിച്ചിട്ട് ഇപ്പം മറ്റൊരു കേസ്, രണ്ടാമത്തെ കേസ് അനുപമ ആചാര്യ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കേസ്. അവിടെ ആ കുട്ടിയെ തല്ലുന്ന ഒരു വിഷയം കണ്ടു. അവിടെ കുട്ടിയെ തല്ലിയതാണോ സത്യത്തിൽ വിഷയം? ഒരിക്കലും അല്ല. മലയാളികൾ ഇത്രേ ആ പോസ്റ്റിനകത്തല്ല ഇളകാൻ കാര്യം ആ കുട്ടിയെ തല്ലിയതല്ല, കുട്ടിക്ക് തല്ല് കിട്ടിയതല്ല. ആ പെൺകുട്ടി വിവാഹം മോചനം നേടി വേറൊരാളുടെ കൂടെ ലിവിങ് ടുഗദറിലാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ കുട്ടിയെ തല്ലിയതല്ല ഇവിടുത്തെ വിഷയം. എന്തിനാണ് ആ കുട്ടിയെ തല്ലിയത്, ഏത് സിറ്റുവേഷനിലാണ് ആ കുട്ടിയെ തല്ലിയത് എന്നത് മാത്രമാണ് ഇവിടെ പ്രശ്നം. ഈവൻ ആ പോസ്റ്റിൻ്റെ എല്ലാ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി. ആ കുട്ടിയെ ഉപദ്രവിച്ചത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. ഈവൻ സ്വന്തം അച്ഛനും അമ്മയും ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ ടീച്ചർമാർ ഉപദ്രവിച്ചാലോ ഒരു വിഷയമെല്ലാം ചിന്തിക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും മലയാള സമൂഹത്തിലുള്ള കൂടുതൽ ആൾക്കാരും. എന്നിട്ടെന്താ ഇത് ഇത്ര വിഷയമായത്? വേറെ ഒന്നുമല്ല, എന്തിനാണ് എന്നുള്ളതാണ്. കാരണം അവർ രണ്ടുപേരും തമ്മിൽ കിടപ്പറയിൽ ഒരുമിച്ച് കിടക്കുമ്പം അതിനിടയിൽ ഇവൻ വന്ന് കിടന്നാണ് ഈ പയ്യൻ. കൊച്ചു പയ്യനൊന്നുമല്ല, 12 വയസ്സുണ്ട്. അതിന് കാര്യങ്ങൾ അറിയാവുന്നവനാണ്. അപ്പോൾ പിള്ളേരെ എങ്ങനെ ശീലിപ്പിക്കുന്ന തന്നെ അച്ഛനും അമ്മമാരുമാണ് ഈ കൂടെ കിടത്ത് ശീലിപ്പിക്കുന്ന പരിപാടി. അത് ആദ്യം നിർത്തണം. നല്ല രാജ്യങ്ങളിലും നല്ല സമൂഹങ്ങളിലൊക്കെ നമുക്കറിയാം ഈവൻ കൊച്ചു കുട്ടികളെ പോലും അങ്ങനെ കൂടെ കിടത്താൻ പറ്റില്ല, നിയമവിരുദ്ധമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഉറക്കത്തിൽ അവരുടെ പുറത്തെങ്ങാനും കയറി കിടന്നാൽ അവർക്ക് ശ്വാസം കൂട്ടി കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ പോലും അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും കുട്ടികളെ മാറ്റിക്കിടത്തണമെന്ന് നിയമമുള്ളത്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും തൊട്ടിലിൽ വേറെ കിടത്താൻ പോകും. പലരും മറ്റു മുറിയിലാണ് കിടത്തുന്നത്. മറ്റു മുറിയിൽ കിടത്തിയിട്ട് അവിടുന്ന് സ്പീക്കറും ഒക്കെയാണ് കുട്ടി കരയുവാണെങ്കിൽ ഈ മുറിയിൽ അറിയാൻ വേണ്ടി. ആ രീതിയിലാണ് അവർ വളർത്തുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സിനിമകളെ കണ്ടറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വേറെ റൂമിലാണ് കിടക്കുന്നത്. അങ്ങനെ ആദ്യം വളർത്തിക്കൊണ്ട് വരണം. അല്ലാതെ ഈ കൂടെ കിടന്ന പരിപാടി എനിക്കറിയാം എത്രയോ പേരുണ്ട്. ഇവൻ കല്യാണം കഴിക്കുന്നത് വരെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ കിടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ കിടക്കുന്ന പെൺപിള്ളേരുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ ആദ്യമായിട്ട് വേറൊരു വീട്ടിൽ വേറൊരുത്തൻ്റെ കൂടെ കിടക്കാൻ പോകുന്നത്. അതുവരെ അവർ ഒറ്റയ്ക്ക് പോലും കിടന്നിട്ടില്ല ജീവിതത്തിൽ. അങ്ങനത്തെ എത്ര പേരുണ്ട്. കുട്ടികളെ ആദ്യം മാറ്റിക്കിടത്തുക. അത് എത്രയോ പേരുടെ സ്വകാര്യ ജീവിതത്തെയും ലൈംഗിക ജീവിതത്തെയും തന്നെ അത് ഇടപെട്ടിട്ടുണ്ട്. എത്രയോ സെക്സോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അതേപ്പറ്റി. ഇവൻ കുട്ടികളെ കൂടെ കിടത്തിക്കൊണ്ട് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരുപാട് കുട്ടികൾ അത് അനുകരിക്കുക. അവർ ഉറങ്ങിയ പോലെ കിടക്കും. ഒറ്റ കുട്ടികളും ഉറങ്ങത്തില്ല. ഈ ഉറങ്ങാതെ ഇവരെ ഉറങ്ങാതെ കിടക്കും. ഇതെല്ലാം കാണും. എന്നിട്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ ചെന്നിട്ട് ഇത് അനുകരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവൻ കൗൺസിൽ എടുക്കുന്നവരൊക്കെ ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കുക. കുട്ടികളെ ആദ്യം വേറെ കിടത്തുക, അങ്ങനെ കിടത്ത് ശീലിക്കുക. എന്തിനാണ് കുട്ടികളെ കൂടെ കിടത്തുന്നത്? ഞാൻ പറഞ്ഞു വന്ന വിഷയം വേറെയാണ്. ഈ വിഷയമായത് എനിക്ക് ഉറപ്പുണ്ട് കുട്ടിയെ തല്ലിയതല്ല അവിടുത്തെ വിഷയം. കുട്ടിയെ തല്ലിയത് കൊണ്ട് കുട്ടിയെ തല്ലാൻ പാടില്ല എന്നുള്ള ചിന്ത കൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞ എത്ര പേരുണ്ടാവും. അതിൽ വളരെ ന്യൂനപക്ഷമാണ്. അവരുടെ എല്ലാവരുടെയും പ്രശ്നം അതല്ല. ഇവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോയി, അല്ലെങ്കിൽ കാമം, അതാണ് വലിയ പ്രശ്നം. ആ പെണ്ണിന് കാമമാണ്. കാമം ഇളകിയപ്പോൾ സ്വന്തം കൊച്ചിനെ കാണാൻ വയ്യാതായി വേറൊരുത്തനെ കൂടെ കിടത്തി. എന്നിട്ട് അവൻ്റെ ഇവർക്ക് പ്രായം കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്? ആ പെണ്ണിന് ചെറുക്കന് പ്രായം എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണം വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് മുട്ടയടിച്ച് വെള്ളസാരി കൊടുത്ത് നടക്കണോ പഴയ പോലെ? അതോടെ അവരുടെ ജീവിതം തീരണം. നിങ്ങൾ ഏത് രാജ്യത്താണ്, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അത് ആ പെൺകുട്ടിയുടെ ഇഷ്ടമല്ല. അവർ ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, എത്ര പേരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ഇതൊക്കെ ആ പെൺകുട്ടിയുടെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ പുരുഷൻ്റെ ഇഷ്ടമല്ലേ? മൂന്നാമതൊരാൾ അതിനകത്ത് ഇടപെടുന്നത് എന്തിനാണ്? നിങ്ങളുടെ സമൂഹത്തിന് എന്ത് അധികാരമാണ് ഇതിനകത്തൊക്കെ ഇടപെടാൻ? അവരുടെ പ്രായം പറയുക, ലിവിങ് ടുഗദർ ആയതിൻ്റെ പ്രശ്നം, ഇതൊക്കെയാണ് പ്രശ്നം. എനിക്ക് ഉറപ്പുണ്ട് സ്വന്തം അച്ഛനും അമ്മയായിരുന്നു ഈ തല്ലിയതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ എത്ര പേര് കമൻറ്റ് വന്നതിനെന്നറിയാം സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എന്തൊക്കെ ന്യായങ്ങൾ ഇറക്കിയതിന്. സ്വന്തം തന്തയും തള്ളയല്ലേ, മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണും. ഇങ്ങനെയൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ കാണുമെന്നറിയാം. ഒരു കുട്ടിയും തല്ലാൻ പാടില്ല, ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഇങ്ങനെ ഉപദ്രവിക്കുന്ന എല്ലാത്തിനും പിടിച്ച് ജയിലിടണം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് സ്വന്തം തന്തയായാലും തള്ളയായാലും കുറേ ടീച്ചർമാർ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ. എല്ലാത്തിനും പിടിച്ച് ജയിലിടണം. ഒരു 5-6 ജയിലിട്ട് കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും. നിങ്ങൾ അത് എങ്ങനെ തല്ലിയ, എത്രത്തോളം തല്ലി എന്നുള്ളതല്ല വിഷയം. കുട്ടികൾക്ക് ഒരു തല്ല് മതി, ഒരു തല്ല് മതി. കുട്ടികൾക്കുണ്ടാകുന്ന ട്രോമയാണ് അതിൻ്റെ പ്രശ്നം. മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രശ്നം. അല്ലാതെ തല്ല് കൊടുത്താലേ നന്നാവുമെന്ന് വിചാരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നിങ്ങൾ യൂറോപ്പിലൊക്കെ നോക്കുക, അവിടെയൊക്കെ പിള്ളേരെല്ലാം തല്ലിയാണ് വളർത്തുന്നത്. അതുകൊണ്ട് യൂറോപ്പിലുള്ളവരെല്ലാം അങ്ങ് മന്യന്മാരായിപ്പോയോ? ഈ നമ്മുടെ നാട്ടിലെല്ലാം അങ്ങ് നല്ല ആളുകളാണ്. പണ്ട് കുറേ എണ്ണം കമൻ്റ് അടിക്കുന്നേക്കോ തല്ലുകൊണ്ട് വളർന്നുകൊണ്ട് ഞങ്ങളങ്ങ് നന്നായി. പഴയ തലമുറയുടെ ഒന്നും പറയണ്ട. എന്നിട്ട് പുതിയ തലമുറ ജെൻസിയെ നന്നാക്കാൻ നടക്കുക കുറേ എണ്ണം. അങ്ങ് ജെൻസി ഇപ്പം അങ്ങനെ ഉപദേശിച്ച് അങ്ങ് നന്നാക്കി കളയും. ഭയങ്കര ഇപ്പോഴത്തെ കുട്ടികൾ കുറേ അമ്മാവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം 90s കിഡ്സ് വരെ, എൻ്റെയൊക്കെ പ്രായമുള്ളവന്മാർ വരെ ഇപ്പം അമ്മാവന്മാരാവും. ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വരെ ഇവന്മാരുടെ ഇളക്കമാണ്. 2K കിഡ്സിനെ കിടന്നും പറയാം ജെൻസി അങ്ങ് ഉപദേശിച്ച് അങ്ങ് നന്നാക്കുക. ഇവന്മാരെല്ലാം അങ്ങ് നല്ലതായിരുന്നു. പഴയ കാലത്തേക്കാൾ 100% നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഒന്നുമില്ല അവർക്ക് ലോകബോധമെങ്കിലും ഉണ്ട്. നിങ്ങളുടെ 10 ഇരട്ടി ലോക പരിചയമുണ്ട്.
എന്താണ് യഥാർത്ഥത്തിലെ സദാചാരം എന്ന് ആദ്യം മനസ്സിലാക്കുക. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാതിരിക്കുക. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തി താല്പര്യങ്ങളും വ്യക്തി ഇഷ്ടങ്ങളും ബഹുമാനിക്കാൻ പഠിക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റും തൊഴുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കുക. ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് വിടുക. അതാണ് സദാചാരം. അല്ലാതെ ലൈംഗിക അച്ചടക്കം അല്ല സദാചാരം. അത് ആദ്യം മനസ്സിലാക്കുക.